ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ജാമ്പക്ക ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ജാമ്പക്കൊക്കെ നിറയെ കഴിക്കുന്ന സീസണാണല്ലേ. അപ്പോൾ ഇതുവരെ ആരും ഇതുപോലത്തുള്ള ജ്യൂസൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് ജാമ്പക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറമേ ആയിട്ടൊക്കെ പൂവൊക്കെ കാണാം. അതൊക്കെ മാറ്റിയിട്ട് അതുപോലെ അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കാണാം. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നല്ല പോലെ വാഷ് ചെയ്തെടുക്കലാണ്. ജാമ്പക്കൊക്കെ ഉച്ചക്കൊക്കെ നമുക്ക് നല്ല ഇപ്പോൾ ദാഹമാണല്ലേ. അപ്പോൾ ഇതുപോലെ ജ്യൂസൊക്കെ ആക്കി കുടിക്കുക. അങ്ങനെ ഞാൻ എല്ലാം നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കുരുവൊക്കെ നല്ല പോലെ കളഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കറുപ്പൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് എല്ലാം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പിലേക്ക് ഞാൻ 1 സ്പൂണ് സബ്ജ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിനെ കുതിർക്കാൻ വെക്കുന്നുണ്ട്. എന്നാലേ നമ്മളെ ജ്യൂസ് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് 1 പിടി ജാമ്പക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ 1 കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 സ്പൂണ് ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ അടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു തരിതരിപ്പുണ്ടാവും. ആദ്യം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് എല്ലാ പ്യൂരിയും ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്യൂരിയൊക്കെ നല്ല പോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റായിട്ട് നമുക്കിത് നേരത്തെ കുതിരാൻ വെച്ച സബ്ജ സീഡില്ല അതും കൂടി 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ജ്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിടി ചാമ്പക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 കാർഡമം ഏലക്കായാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ജ്യൂസും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് രണ്ടും സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യലാണ്. നല്ല അടിപൊളി ജ്യൂസാണ്. ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഉച്ചക്കൊക്കെ നമുക്ക് ദാഹത്തിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ച് നമ്മൾ സബ്ജ സീഡില്ലേ ഇതിൻ്റെ മേലെ ടോപ്പിംഗ്സ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയോ അല്ലെങ്കിൽ ചാമ്പക്കന്നെ വെച്ചിട്ട് നമുക്ക് ഇതിനെ അലങ്കരിക്കാവുന്നതാണ്. ഇനി ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ രുചികളുമായി വരുന്നവരേക്കും ബൈ.